ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. ജനുവരി 25 ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡൽഹി എഡിഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റീജിയണൽ ന്യൂസും കാര്യങ്ങളും ഡൽഹി ബേസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ കേരളത്തിന്റെ റീജിയണൽ ന്യൂസുകൾ കിട്ടുന്ന പത്രം വായിക്കുന്ന സമയത്ത് അത് വായിക്കുന്നത് നല്ലതായിരിക്കും. മീൻസ് പോയിന്റ് ഓഫ് വ്യൂ, ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും സെയിം ന്യൂസുകൾ തന്നെയാണ്. ഇത് പ്രധാനമായിട്ടും നിങ്ങൾ വായിക്കേണ്ട ന്യൂസുകൾ, അതിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഹിന്ദുവിന്റെ ന്യൂസും അതുപോലെ തന്നെ മറ്റുള്ള UPSC മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെയാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ റിവിഷൻ ക്ലാസ് നടക്കുന്നുണ്ട്, അതും യൂട്യൂബിൽ അവൈലബിൾ ആണ്, കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഇന്നലെ പറഞ്ഞ ചില ന്യൂസിന്റെ ബാക്കി തന്നെയാണ്. ജസ്റ്റ് ഇന്നലത്തെ ക്ലാസ് കേട്ടവർക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും. ഒന്നാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ചില പാനൽ ഉണ്ടാക്കി അല്ലെ, അത് അന്വേഷിക്കാൻ വേണ്ടി ചില ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട സമയത്ത് നമ്മൾ അതിൽ ആ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യം നമുക്ക് വേണമെന്നില്ല. അതിൽ എന്താണ് ഹറാസ്മെന്റ് അറ്റ് വർക്കിംഗ് പ്ലേസ് എന്നുള്ള ടോപ്പിക്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ എന്നുള്ള ടോപ്പിക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് അറിഞ്ഞിരിക്കൽ എത്രത്തോളം സേഫർ ആയിട്ടുള്ളതാണ് വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്കുള്ളത്, ആ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വായിക്കാം എന്നുള്ളതാണ് ആ ടോപ്പിക് ഉള്ളത്. അല്ലാതെ അതല്ലാത്ത മറ്റുള്ള ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതി റോങ് ഇൻ റിവീലിംഗ് ദ സെൻസിറ്റീവ് റിപ്പോർട്ട്സ് എന്നുള്ള ഒരു മിനിസ്റ്ററുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നമ്മുടെ കൊളീജിയമായി സിസ്റ്റം ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജുഡീഷ്യറിയോട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ കൊളീജിയം എന്ത് ചെയ്യുന്നത്, ചില IBയുടെയും റോന്റെ ഒക്കെ റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഡൊമൈനിൽ, ഇത് ഗ്രേവ് കൺസേൺ ആണെന്നുള്ളൊരു ലോ മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ്. നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇവിടെ കൊളീജിയം സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. അതുപോലെ തന്നെ NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, ഈ രണ്ട് ആംഗിളുമായി ബേസിക് സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക് നമ്മൾ നല്ല വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഒരു ആംഗിൾ, ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ഒരു ന്യൂസ് ആണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അല്ലാതെ മറ്റുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളോ പരസ്പരം ഗവൺമെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളും നമുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ജുഡീഷ്യറിയിലെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊളീജിയം ഒന്നുപാടെ ട്രാൻസ്പെറന്റ് ആക്കണം എന്നുള്ള ആവശ്യമാണ് ആരുന്നയിക്കുന്നത്, ഗവൺമെന്റ് ഉന്നയിക്കുന്നത്. കൊളീജിയം സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പം ജുഡീഷ്യറിയിലെ ജുഡീഷ്യറി ജഡ്ജസിനെ കൊളീജിയം എന്ന് പറയും. അഥവാ ഏറ്റവും CJയും പ്ലസ് ഒരു ഫോർമോസ്റ്റ് സീനിയർ മോസ്റ്റ് ജഡ്ജും കൂടി തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് എന്ത് മാനദണ്ഡമാണ് അവർ ഉപയോഗിക്കുന്നതെന്നും അറിയാത്തൊരു പ്രശ്നമുണ്ട്, അത്രത്തോളം ട്രാൻസ്പെറന്റ് അല്ല. അപ്പൊ അത് എന്ത് ചെയ്യണം, കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം, അവരുടെ ഒരു മെമ്പേഴ്സിന് അതിലേക്ക് വേണം എന്ന് പറയുന്നുണ്ട്. NJAC പോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ജുഡീഷ്യറിയുടെ ഡൊമൈനിലൂടെ ഇടപെടുന്നതിന് കാരണവും. അപ്പൊ നിങ്ങൾ എല്ലാ ആംഗിളിലും നോക്കണം. ഓക്കെ, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി പ്രശ്നങ്ങൾ. അതേസമയത്ത് ഇനി കൂടുതലായിട്ട് എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യാണ്, ജുഡീഷ്യറിയിൽ അപ്പോയിന്റ്മെന്റിൽ അവർ കൂടുതൽ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം അവരുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കും. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ബേസിക് സ്ട്രക്ചറും കൂടിയാണ്, സുപ്രീം കോടതി മുന്നേ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു ആംഗിളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇപ്പൊ നടക്കുന്ന ഈ കറന്റ് ന്യൂസ്. നിങ്ങൾ ബേസിക് സ്ട്രക്ചർ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, പിന്നെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി സെപ്പറേഷൻ, ആ ഒരു ആംഗിളിലൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാണ് ആ ഒരു ന്യൂസ്. ഫസ്റ്റ് പേജിൽ അത്ര ന്യൂസ് നിങ്ങൾ പ്രധാനമായിട്ടും അറിയേണ്ടതുള്ളൂ. പിന്നെ നമുക്ക് റീജിയണൽ ന്യൂസുകൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നമുക്ക് വരുന്ന എഡിറ്റോറിയൽ ന്യൂസിലോട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും പോവേണ്ടത്. എഡിറ്റോറിയൽ ന്യൂസ് നിങ്ങൾ വായിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിലേക്ക് പോകുന്നതിനായിട്ട് നമ്മുടെ UPSC 2024 ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് UPSC ഫൗണ്ടേഷൻ പ്ലസ് PCM ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, UPSC പഠനം ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ മുതൽ, അഥവാ NCERT മുതൽ പഠിച്ച് എല്ലാ GS സബ്ജക്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതിൽ ഒന്നെന്ന് പറയുന്നത് ഈ പാകിസ്ഥാന്റെ ആ ഒരു ചാൻസ് ഫോർ പീസ് എന്നുള്ള ആ ഒരു ടോപ്പിക് ഒന്ന് വായിക്കണം. ഈ ആർട്ടിക്കിൾ എന്തായാലും വായിക്കല് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒന്ന്, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസും എക്കണോമിക് ക്രൈസിസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ചില സ്റ്റേറ്റ്സ്മെന്റ് പാകിസ്ഥാൻ മിനിസ്റ്റേഴ്സ് ഒക്കെ മുന്നോട്ട് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള പീസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നങ്ങളോട് നേരിടുന്നതും
ഓൾറെഡി ഇപ്പം അവിടുത്തെ അഫ്ഗാൻ ബോർഡറിൽ നിന്ന് അവർ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ത്രെട്ട് നേരിടുന്ന സമയത്തും ആ ഒരു ആംഗിളിലൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന SCO സമ്മിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യൻ SCO സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇന്ത്യ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതും പിന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ G20 പ്രസിഡൻസി ഇപ്പൊ ഇന്ത്യക്കാണ്. ആ സമയത്ത് ഇന്ത്യ എത്രത്തോളം അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാകിസ്ഥാൻ എന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള IRL നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഇത് മനസ്സിലാക്കി വെക്കാൻ നല്ലതാണ് കേട്ടോ. ആ രീതിയിൽ ഇതൊന്ന് വായിക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഹോക്കി പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഹോക്കിയിൽ ഇപ്പൊ നമ്മള് വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടും എത്രത്തോളം നമ്മൾ പിന്നെ സ്പോർട്സ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ ഇപ്പൊ ഫുട്ബോളും വേൾഡ് കപ്പ് ഹോക്കിയും ഇപ്പൊ കഴിഞ്ഞതുകൊണ്ട് ആംഗിളിൽ ഇപ്പം റീസെന്റ് കുറച്ച് 2020 വേൾഡ് ക്രിക്കറ്റും കഴിഞ്ഞതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ സ്പോർട്സ് കണ്ടീഷൻസ് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, എത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ആ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ആർട്ടിക്കിളും വായിക്കാം പറ്റുമെങ്കിൽ, അതാണ് ഇതിൽ. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കണ്ടക്സ്റ്റ് എന്നുള്ള ഈ ടോപ്പിക്കിലാണ്. കെൻ ബെറ്റുവ ലിങ്കുമായി ബന്ധപ്പെട്ടതാണ്. കെൻ ബെറ്റുവ റിവർ ലിങ്ക് പ്രോജക്ട് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് ഗവൺമെന്റ്. അപ്പൊ അതില് കെൻ റിവറും ബെറ്റുവ റിവറും തമ്മിൽ കൂട്ടിയോജിപ്പിക്കും. മധ്യപ്രദേശിലുള്ള റിവർ, ഓക്കെ, പിന്നെ കെൻ ബെറ്റുവ എന്ന് പറയും. ഇതാണ് കെൻ റിവറുമായിട്ട് എന്ത് ചെയ്യാം, ബെറ്റുവ റിവറിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ചില കാര്യങ്ങൾ അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇങ്ങനെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ബെറ്റുവ റിവർ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് റീജിയനിൽ ബുണ്ടേൽഖണ്ഡ് റീജിയനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒന്നുകൂടെ അവർക്ക് വാട്ടർ ഡെഫിസിറ്റ് ഉള്ള റീജിയൻ ആണ്, അവർക്ക് കൂടുതൽ വാട്ടർ ഈ സർപ്ലസ് ഉള്ള റീജിയൻ ഡെഫിസിറ്റ് ഉള്ള റീജിയനിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് അങ്ങനെ കുറെ ബെനിഫിറ്റ് അതിനുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് അതിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റ് പോകുന്ന സ്ഥലത്തുള്ള പെന്ന ടൈഗർ റിസർവ്, പെന്ന ടൈഗർ റിസർവ് അത് എത്രത്തോളം ബാധിക്കും തുടങ്ങിയ എൻവയോൺമെന്റലിസ്റ്റ് അതിനെ എതിർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ചില അപ്രൂവൽ ഒക്കെ അതിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. എൻവയോൺമെന്റൽ ഭാഗത്തു നിന്നുള്ള ചില അപ്രൂവൽ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് നാഷണൽ ഗവൺമെന്റിന്റെ. അതെന്ന് പറയുന്നത് വെച്ചാൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ബുണ്ടേൽഖണ്ഡ് റീജിയനിലൊക്കെ സാധ്യമാക്കുന്ന പ്രോഗ്രാമാണ്. 44,000 കോടി അധികം വരുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ കെൻ റിവറും ബെറ്റ്വ റിവറും എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാണ്. കനാൽ ലിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ലിങ്ക് കഴിഞ്ഞാൽ ബുണ്ടേൽഖണ്ഡ് റീജിയനിൽ എന്ത് ചെയ്യാം, ഉത്തർപ്രദേശ് അതൊക്കെ ഒന്നും പാടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ അവൈലബിൾ ആക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പക്ഷെ എന്തുകൊണ്ടാണ് ലിങ്ക് ഉദ്ദേശിക്കുന്നത്, കനാൽ ലിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് പോകുന്നത് പെന്ന ടൈഗർ റിസർവിലാണ്. ഒരു ഡാം ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 103 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഏകദേശം 6.3 ലാക്ക് ഹെക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും എവരി ഇയർ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാനൊക്കെ അതിന് ബെനിഫിറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ ബെനിഫിറ്റ് മനസ്സിലാക്കി വെക്കുക. പക്ഷേ എങ്കിൽ കൂടിയും അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോളജിക്കൽ ആൻഡ് എക്കോളജിക്കൽ എക്സ്പേർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ കൺവിൻസ് ആയിട്ടില്ല. കാരണം ഒരുപാട് ഈ ഒരു എൻവയോൺമെന്റൽ ക്രിറ്റിസം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെക്യൂരിറ്റി, വാട്ടർ സെക്യൂരിറ്റി ഓഫ് പെന്ന ടൈഗർ റിസർവിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എൻഡേഞ്ചർ ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, ചില ക്ലിയറൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള നാഷണൽ പാർക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ, വാട്ടർ എന്ത് ചെയ്യാണ് ഡൈവേഴ്സ് ചെയ്യണമെങ്കിലോ ഡൈവേർഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ആ വൈൽഡ് ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ഓക്കെ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നെസസറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. പക്ഷെ ഈ സച്ച് ഡൈവേർഷൻ എന്ന് പറയുന്നത് എന്തല്ല, സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് ഇപ്പൊ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് അവിടുത്തെ നാഷണൽ പാർക്കിന് എന്തല്ല, വൈൽഡ് ലൈഫിനും അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലല്ല പ്രശ്നം. കൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഡൗൺ സ്ട്രീം, ഇപ്പൊ ഒരു ഡാം ഉണ്ടാകും, ഡൗൺ സ്ട്രീമിൽ വാട്ടർ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പൊ അത് അവിടെ നാഷണൽ പാർക്ക് ഉള്ളത് കെൻ ഗരിയൽ സാങ്ച്വറി ഉള്ളത്, അതും ക്രിട്ടിക്കൽ എൻഡേഞ്ചർ ആയിട്ടുള്ള ഗാൻജറ്റിക് ഗരിയലാണ് അവിടെ ഉള്ളത്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്റ്റീവ് ഇമ്പാക്ട് അതിന് മുകളിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ചില ക്രിറ്റിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പല ഫോറസ്റ്റ് ക്ലിയറൻസും കിട്ടേണ്ടതുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ക്ലിയറൻസ് ഇപ്പോഴും പെൻഡിങ് ആണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ പൂർണ്ണമായിട്ടും
ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ടൈഗേഴ്സ് പെന്ന ടൈഗേഴ്സിനെ എങ്ങനെയാണ് ഇതിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്? കാരണം അവിടുത്തെ ടൈഗേഴ്സ് ഓൾറെഡി എണ്ണം ഇല്ലാത്ത ഇതാണ്. പിന്നെ ഓൾ ഓഫ് ടൈഗേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 2009 കൂടി ടൈഗേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത്, ഈ പെന്ന ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എത്രത്തോളം ഇതിനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വായിച്ചു നോക്കുക. പിന്നെ അപ്പൊ അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി വെക്കുക, അതിന്റെ മാപ്പ്, ലൊക്കേഷൻസ് മാപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പെന്ന ടൈഗർ റിസർവിലൂടെ പോകുന്നുണ്ട് മനസ്സിലാക്കി വെക്കുക. ഏത് നമ്മളെ കെൻ റിവർ കേട്ടോ. അപ്പൊ അത് പിന്നെ അപ്പൊ അത് അതുപോലെ തന്നെ ഇതിന്റെ മാപ്പ്, ഇതിന്റെ ബെനിഫിറ്റുകൾ, ഇത് കിട്ടാൻ പോകുന്ന നമ്മൾ ഔട്ട്കംസ്, പോസിറ്റീവ് ഔട്ട്കംസ്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് എങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കൽ ആർട്ടിക്കിൾ നല്ലതാണ്. പിന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ടാണ്, വായിച്ചു നോക്കുക. പിന്നെ ന്യൂസ് ഉള്ളത് പിന്നെ ഉണ്ടായിരുന്നത് ഓസ്കാർ നോമിനേഷൻ ഒന്ന് വായിക്കാം, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് സിസി എന്ത് ചെയ്യുന്നുണ്ട്? അതിലെ പ്രസിഡന്റ്, ഈജിപ്തിന്റെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പബ്ലിക് ഡേന്റെ നാളത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഈജിപ്ത് പ്രസിഡന്റ് ആണ് വരുന്നത്. ആ സമയത്ത് ഇന്ത്യ ഈജിപ്ത് റിലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഈ ന്യൂസിൽ വായിക്കണം. ഈജിപ്ത് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ടൈം ആയിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു ഈജിപ്തൻ ലീഡർ ചീഫ് ഗസ്റ്റ് ആയിട്ട് മാറുന്നത് റിപ്പബ്ലിക് ഡേന്റെ പരേഡിൽ. അങ്ങനത്തെ ഒരു ഇതിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് വിസിറ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സ്ട്രാറ്റജിക് ഇഷ്യൂസും, ഡിഫൻസും, ട്രേഡും, അഗ്രികൾച്ചറും, തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ഗ്ലോബൽ സൗത്ത്, ഇന്ത്യന്റെ ഗ്ലോബൽ സൗത്തുമായിട്ടുള്ള കൂടുതൽ എൻഗേജ്, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് കുറച്ചും ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ടുള്ള ആ ഒരു എൻഗേജ്മെന്റ് ആണ്, സാധ്യതയാണ് കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നോൺ അലൈൻമെന്റ് ആണ്. ഈ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഓൾറെഡി യുക്രൈൻ വാറും റഷ്യയും നടക്കുന്ന സമയത്ത് വീണ്ടും നോൺ അലൈൻമെന്റ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ, ചേരിചേരാൻ നയം. കാരണം ചേരിചേരാൻ നയത്തിൽ നമ്മളുടെ മുൻപന്തിൽ നിന്ന രാജ്യമാണ് ഇന്ത്യയും ഈജിപ്തും. അപ്പൊ അത് വീണ്ടും തിരിച്ചു വരുന്നതിന്റെ ഐഡിയ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇദ്ദേഹം വീണ്ടും നമ്മൾ G20 സമ്മിറ്റ് വരുന്നുണ്ടല്ലോ, അതിനും ചീഫ് ഗസ്റ്റ്, ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്ന ആൾ തന്നെയാണ്, ഇൻവൈറ്റി ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും വിസിറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ എന്ന് പറയുന്നത് ഇന്ത്യ ഈജിപ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കലി നോക്കാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിവിലൈസേഷൻ ടൈസ് ഉണ്ട്. നമ്മൾ അന്ന് ഈജിപ്ത് സിവിലൈസേഷനും പണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ തമ്മിലൊക്കെ കണക്ഷൻ ഒക്കെ ഉള്ളത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? UN കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഈജിപ്ത് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യ ഈജിപ്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കോ ഫൗണ്ടർ ആണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ. 1961 എന്ത് ചെയ്യാണ്? യൂഗോസ്ലാവിയ, ഇന്തോനേഷ്യ, ഗാന, അതിന്റെ കൂടെ ഒക്കെ ഇന്ത്യയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ നാം ഉണ്ടാക്കുന്നത്. നാം ഇതിന്റെ കൂടെ ഒന്ന് വായിക്കാൻ നല്ലതായിരിക്കും. നാമിലെ വീണ്ടും നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്ന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് IR. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യന്റെ സൗത്ത് സൗത്ത് കോപ്പറേഷൻ, G20, G77, ഈ രണ്ട് ഗ്രൂപ്പിംഗ് നോക്കണേ. അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയും ഈജിപ്തും പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അതൊക്കെ വീണ്ടും നമ്മൾ ഉഷാറാക്കാനുള്ള ശ്രമവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പൊ ഇനി വിസിറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം, ഡിസ്കസ് ചെയ്യാം അതിനുശേഷം. പിന്നെ ഇവിടെ നിങ്ങൾ ഇന്ത്യ ഈജിപ്തിന്റെ മാപ്പ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. വേൾഡ് മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഇവിടെയാണ്. നമുക്ക് ഇന്ത്യ അറേബ്യൻ സീ ലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ, റെഡ് സീയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് എത്താം? ഈജിപ്ത്. അതാണ് ഈജിപ്ത് അല്ലെ? ആഫ്രിക്കന്റെ ഏറ്റവും മുകളിൽ വരുന്നതാണ് രാജ്യമാണ്. ഏഷ്യനായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. ഇസ്രായേലായിട്ട് ഇവിടെ ബോർഡർ ചെയ്യുന്നുണ്ട്. ഇസ്രായേലായിട്ട് ബോർഡർ ചെയ്യുന്ന ഈ ഒരു പെനിൻസുല കാണാൻ പറ്റുന്നത് ഇത് റെഡ് സീ ആണ്. റെഡ് സീ എന്നാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. ഇത് സിനായി പെനിൻസുല എന്ന് പറയും. സൂയിസ് കനാൽ ഇതിലൂടെ പോകുന്നത്. മെഡിറ്ററേനിയൻ സീ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ബോർഡർ ചെയ്യാം. മെഡിറ്ററേനിയൻ സീ വളരെ കൈറോ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സിറ്റിയാണ്. ഇപ്പൊ ഈജിപ്ത് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലതാണ്. ലിബിയ ഒരു സൈഡിലുണ്ട്, പിന്നെ മറ്റൊരു സൈഡിൽ സുഡാൻ, പിന്നെ ഒരു സൈഡിൽ ഇസ്രായേൽ ആണ് ബോർഡർ ചെയ്യുന്നത്. പിന്നെ ഗൾഫ് ഓഫ് അക്വാബ എന്ന് പറയും ഇവിടെ, ഈ ചെറിയൊരു ഏരിയ ഗൾഫ് ഓഫ് അക്വാബ, അതുവരെയൊക്കെയാണ് ബോർഡർ ചെയ്യുന്നത്. പിന്നെ മെഡിറ്ററേനിയൻ സീ ഉണ്ട് ഒരു സൈഡിൽ റെഡ് സീ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡറിംഗ് ഉള്ളത്. ഓക്കെ, അലക്സാണ്ട്രിയ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ്, നോക്കി വെക്കാം. ഇതാണ് ഈജിപ്തിന്റെ മാപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ മെഡിറ്ററേനിയൻ സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ നോക്കി വെക്കണേ, നല്ലതായിരിക്കും. ഓക്കെ, അതാണ് ആ ന്യൂസിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ബീസ് കൊടുക്കുന്നത്. ഇപ്പൊ അവർ കൊടുത്തതല്ല ഇമ്പോർട്ടന്റ്, ഫ്രീ ബീസുമായി ഡിസ്കഷൻ പല പ്രാവശ്യം ന്യൂസിൽ വന്നതായിരുന്നു. ഫ്രീ ബീസ് എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുക.
അതെത്രത്തോളം ഗവൺമെന്റ് ഡെഫിസിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല ഡിസ്കഷനിൽ വന്നതാണ്. അതുകൊണ്ട് ആ ഒരു ആംഗിളിൽ അത് വായിക്കൽ നല്ലതായിരിക്കും. ഓക്കെ, ഇതൊന്നും ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഇവിടെ പറയുന്നത് വൈ റിവൈവ് ഓയിൽ പാം ക്രോപ്പ് ആൻഡമാനിൽ എന്ത് ചെയ്യും സുപ്രീം കോടതി പാനൽ എന്തുകൊണ്ടാണ് അത് റിവൈവ് ചെയ്ത് എത്രത്തോളം സക്സസ് ആയിട്ടില്ല. അപ്പൊ ഓയിൽ പാമുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോക്കല് ഇന്ത്യ അഗ്രികൾച്ചർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ക്രോപ്സ് എന്നുള്ള ആംഗിളിൽ എന്ത് ചെയ്യാണ് ഓയിൽ പാംസ് എത്രത്തോളം ഇന്ത്യയിലുണ്ട്. ഓയിൽ പാം മാത്രമല്ല മറ്റുള്ള ഓയിൽ സീഡ്സ് എല്ലാം ആവാം. അതൊന്ന് ജസ്റ്റ് നോക്കാൻ നല്ലതായിരിക്കും. അല്ലാതെ ഈ ന്യൂസ് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ മറ്റൊരു ന്യൂസ് നിങ്ങൾ വായിക്കേണ്ടത് GM മസ്റ്റാർഡ് ആണ്. GM മസ്റ്റാർഡ് നമ്മൾ എന്ത് ചെയ്യും കൊമേഴ്ഷ്യൽ റിലീസ് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിട്ട് റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. GM മസ്റ്റാർഡ് നമുക്കിപ്പം GM ക്രോപ്സ് അങ്ങനെ എല്ലാം ഇന്ത്യയിൽ അലോഡ് അല്ല. ഓക്കെ, അതിൽ ചിലത് മാത്രമേ നമ്മൾ അലോഡ് ആയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതില് കോട്ടനെ ബന്ധപ്പെട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ് ഇതൊക്കെ അപ്രൂവൽ കൊടുക്കാറ്. അപ്പൊ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, റിലീസ് കിട്ടിയിട്ടുണ്ട്. ഏതാണ് ധാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 ആണ് വരുന്നത്. ജനറ്റിക്കലി എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫുഡ് ക്രോപ്പ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. ഫുഡ് ക്രോപ്പിൽ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് മസ്റ്റാർഡിന് കിട്ടി. അപ്പൊ അത് എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കും എൻവയോൺമെന്റിനെയും മറ്റു ഹെൽത്ത് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ആ ഒരു ആംഗിൾ നിങ്ങൾ എന്ത് ചെയ്യുക GM മസ്റ്റാർഡ് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. ഈ ന്യൂസ് അല്ല, ന്യൂസിന്റെ പുറത്ത് വായിക്കേണ്ടതാണ്. പിന്നെ IMF-മായി ബന്ധപ്പെട്ട് IMF എന്ത് ചെയ്യുന്നുണ്ട് കൺഫേം ചെയ്യുന്നുണ്ട് ഇന്ത്യന്റെ ഫിനാൻസ് അഷുറൻസ് ശ്രീലങ്കക്ക്. അപ്പൊ അത് ശ്രീലങ്ക നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യന്റെ പലപ്പോഴും ഇന്ത്യ ഫിനാൻസ് സപ്പോർട്ട് ഇപ്പൊ റീസെന്റ് കൊടുത്താണ്. അപ്പൊ IMF ഫണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടും ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രീലങ്കത്തെ ഇഷ്യൂസ് അതുപോലെ തന്നെ IMF എന്നുള്ള ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ വായിക്കൽ നല്ലതായിരിക്കും. ഓക്കെ, IMF-ഉം ഇന്ത്യയും എന്നുള്ള ആംഗിളിൽ കേട്ടോ. അതാണ് ആ ന്യൂസിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു ബിസിനസ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ സർവീസ് എക്സ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ 23-ൽ ഏകദേശം 3 ബില്യൺ ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സർവീസ് എക്സ്പോർട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത്ര നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഗുഡ്സിന്റെ എക്സ്പോർട്ട് കൂടുന്നില്ല. എങ്കിലും ടോട്ടൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 9% എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട്. ആ ഒരു ആംഗിൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ത്യന്റെ എക്സ്പോർട്ട് ഒന്ന് നോക്കി വെക്കുക. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളോടാണ് ഇന്ത്യ കൂടുതൽ എക്സ്പോർട്ട് പോകുന്നത്. ഈ സർവീസ് ഇങ്ങനെ ഈ സർവീസ് ഇതിങ്ങനെ ഓരോന്നിലും ഇത്ര ഇതൊന്നും എമൗണ്ട് ഒന്നും വേണമെന്നില്ല. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഏത് രാജ്യങ്ങളോട്ടാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് വരുന്നത് ഏത് രാജ്യത്തു നിന്നാണ്, ഇന്ത്യ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണ്, ഇന്ത്യ പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ നല്ലതായിരിക്കും. അതാണ് ആ ഒരു ന്യൂസിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട സ്പോർട്സ് പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിക്കാം, ഇത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. അത്രയാണ് ഇന്നത്തെ ന്യൂസിനെ പ്രധാനമായിട്ടും വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അത് ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ന്യൂസ് ഒന്ന് വായിക്കണം. ചിലതൊന്നും ന്യൂസിനല്ല ഇമ്പോർട്ടന്റ്, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് ചെറിയൊരു റീഡിങ് ചെറുതായിട്ടും ഗൂഗിൾ ചെയ്യുക, ചെറിയ നോട്ട് ഉണ്ടാക്കുക. പിന്നെ വിഷന്റെ മന്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഡിസ്കഷൻസ് വരും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി സംസാരിക്കുക. അതാണ് ഇന്നത്തെ ന്യൂസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM കോഴ്സ് താല്പര്യപ്പെടുന്നവർ അതുമായി ബന്ധപ്പെടാം. ഇനി അതല്ല ഈ വർഷത്തെ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്കായിട്ട് പ്രിലിംസ് ക്രാഷ് കോഴ്സ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും